ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. പുറത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മടിയെ പിടിച്ചിട്ടാട്ടോ എണീക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ബെഡിൽ നിന്ന് തന്നെ ഇരുന്ന് മുടിയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് എടുത്ത് കെട്ടും. രാത്രി കിടക്കുമ്പം പിന്നീട്ടാട്ടോ കിടക്കുക. അതുകൊണ്ട് തന്നെ രാവിലെ അത് ആദ്യം ഒന്ന് സെറ്റാക്കും. അപ്പോൾ ഐഷുപ്പൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൊരു ഇതാട്ടോ, ഞാനിങ്ങനെ മുടി കെട്ടുന്നുണ്ട്, അവൾക്ക് അപ്പം മുടി കെട്ടണം. അപ്പോൾ അവളും അവളുടെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അവൾ വരുന്നുണ്ട് കേട്ടോ, എനിക്കും കെട്ടിത്താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മുടിയാണെങ്കിൽ അത് കെട്ടിക്കൊടുക്കാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവളെന്ന് പറ്റിക്കും കേട്ടോ. അപ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ കൂടി എന്നോട് പറയുന്നത്, ഈ ഫോൺ ഞാനവിടെ വെച്ചപ്പോൾ അതിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ട് അവിടെ നിഴൽ കാണുന്നുണ്ട്. അത് അവൾ എനിക്കിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കട്ടെ. അവൾക്ക് നിഴൽ പേടിയാണ്. അപ്പം നിഴൽ അതിങ്ങനെ ബൂന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ അവൾ കാണിച്ചു തരികയാണ്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും കേട്ടോ. ഈ ഒരു നീം ഫേസ് വാഷാണ് ഞാനിപ്പോൾ റീസെൻ്റ് ഉപയോഗിക്കുന്നത്. ഇത് അപ്പോളോൻ്റെ തന്നെ ഒരു ബ്രാൻഡാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ല മഴയുണ്ട് കേട്ടോ. അശ്രു ആണെങ്കിൽ ഇത്രയും നേരമായിട്ട് എണീറ്റിട്ടില്ല. അപ്പോൾ ഇതാണ് നന്നായിട്ട് വെള്ളം ഇതായിട്ടുണ്ട്. രാവിലെ തുടങ്ങി മഴയെന്ന് തോന്നുന്നു. നല്ല തണുപ്പും ഉണ്ട്. പിന്നെ ഇതൊരു 9 മണി 9:30 ആയിട്ട് സമയം, പക്ഷേ ആ ഒരു വെളിച്ചമൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്കുള്ളൊരു പണിയെന്ന് വെച്ചാൽ ഐഷുവിനെ ബ്രഷ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അവൾ ഞാൻ തേക്കാമെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് വാങ്ങും. എന്നിട്ട് കുറച്ച് നേരം അവൾ തേക്കും. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് ഞാൻ എൻ്റെ മടിയിൽ പിടിച്ചിരുത്തി അവളെ കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കും കേട്ടോ. ഞാനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ഞാനത് അവളെ ഒന്ന് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് അവളെ ഒന്ന് ഫ്രഷാക്കി. എന്നിട്ട് മഴ പെയ്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് മത്തൻ്റെ ഇല തോരൻ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ മുഖത്തുള്ള ഈ ഒരു എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് അശ്രുവിന് പാൽ വാങ്ങാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് രാവിലെ പാൽ ചായ കുടിച്ചാൽ ഞാൻ അങ്ങോട്ടൊന്ന് ഉഷാറാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമം കേട്ടോ കാണുന്നത് ഈ മുഖത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അശ്രു കട്ടൻ ചായ വെച്ചാന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഐഷുപ്പൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് അവൾക്ക് ഇന്ന് മുട്ട പുഴുങ്ങിയതും പഴമായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വലിയൊരു ഇതില്ല. അതായത് അശ്രുവിന് വലിയ താല്പര്യമില്ല ബ്രേക്ക്ഫാസ്റ്റിനോട്. പിന്നെ ഞാൻ മാത്രമായിട്ട് എനിക്കങ്ങനെ വെക്കാറില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം തോന്നിയാൽ അങ്ങനെ വല്ല ദോശ പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ഭയങ്കര മടിയായിരുന്നു എല്ലാത്തിനും, പണി ചെയ്യാനായാലും എല്ലാത്തിനും മൊത്തത്തിലൊരു ഗ്ലൂമി ടൈപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കിയില്ല, കട്ടൻ മാത്രം പൊടിച്ചു. പിന്നെ ഇവിടെ ചോറും കറിയൊക്കെ ഏകദേശം 11 മണിക്കുള്ളിൽ ചോറും കറിയൊക്കെ ഞാൻ സെറ്റാക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കും കേട്ടോ. അപ്പം കറണ്ടും ഇല്ല രാവിലെ തന്നെ. അപ്പോൾ ആ ഒരു കട്ടൻ ചായ കുടിക്കുന്നതിൻ്റെയും കറണ്ടും ഇല്ല, എല്ലാം കൊണ്ടും ഒരു പ്രാന്ത് പിടിച്ച ആ ഒരു എക്സ്പ്രഷനാട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത്. ഞങ്ങൾ മഴയൊക്കെ നോക്കിയിട്ടാണ് ചായ കുടിച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഐഷുപ്പാനെ ഞാൻ മേല് കഴുകിച്ചു കേട്ടോ. നല്ല മൂത്രനാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ചൂടുവെള്ളത്തിലൊന്ന് മേല് കഴുകിച്ചു. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചത്. പിന്നെ ഞാൻ നല്ല എൻ്റെ പണിയിലേക്ക് കടക്കാം കേട്ടോ. നല്ല അടിച്ച് വാരി തുടച്ചില്ല, മൊത്തത്തിലൊന്ന് അടിച്ച് ക്ലീനാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ ഇവിടുത്തെ ചേട്ടൻ ഐഷുവിന് മിനിയാന്ന് അങ്ങനെ കൊടുത്തതാണ് ഈ പാള. അത് കിട്ടിയ പിന്നെ അവൾ അതിൽ നിന്ന് താഴത്ത് എണീറ്റിട്ടില്ല. അതിൽ തന്നെ കേട്ടോ കളി. അങ്ങനെ പപ്പയും മോളും കൂടി അത് വലിച്ച് കളിക്കുകയാണ്. പിന്നെ ഞാൻ ചോറിന് വെള്ളമിട്ട് വെച്ചു, അരിയൊക്കെ വെച്ചു. അതിൻ്റെ ഇടയിൽ അശ്രു എനിക്ക് അവിടെ നിന്ന് മത്തൻ്റെ ഇല അരിഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ അത് വെച്ചിട്ടുമില്ല, ആദ്യമായിട്ടാണ് കഴിക്കാനും പോകുന്നത് കേട്ടോ. അപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് റെസിപ്പി കണ്ടുപിടിച്ചത്. അങ്ങനെ നമ്മുടെ മത്തൻ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.